ആലപ്പുഴയിൽ കെഎസ്ആർടിസി ബസും കാറും കൂട്ടിയിടിച്ച് മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. പണ്ടാരം മെഡിക്കൽ കോളേജിൽ അല്പസമയത്തിനകം മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വയ്ക്കും. അപകടത്തിൽ പരിക്കേറ്റ 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, 5 വിദ്യാർത്ഥികളുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ പൊതുദർശനം ആരംഭിക്കും. ഇപ്പോൾ മന്ത്രി സജി ചെറിയാൻ അടക്കമുള്ള അവർ അവിടെ എത്തിച്ചേർന്നു. അല്പസമയത്തിനകം ആരോഗ്യമന്ത്രി എത്തും. നേരത്തെ തന്നെ MLA-മാരായ എച്ച് സലാം, ചിത്തരഞ്ജൻ എന്നിവർ അവിടെ എത്തുകയും ചെയ്തിരുന്നു. എന്താണ് ഇപ്പോൾ ഇനി പൊതുദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? ഒപ്പം തന്നെ അപകടാവസ്ഥയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന 3 വിദ്യാർത്ഥികളുടെ ഒരു ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയുണ്ട്? മന്ത്രി MLA-മാർ ചിത്തരഞ്ജൻ, എച്ച് സലാം, ജില്ലാ സെക്രട്ടറി നാസർ, അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ രക്ഷപ്പെട്ടവർ, ബന്ധുക്കൾ, ഇവരൊക്കെ ആയിട്ട് ഈ മന്ത്രിമാരും മറ്റും കൂടിയാലോചനകൾ നടത്തിയിരുന്നു. ഇപ്പോൾ മൃതദേഹങ്ങൾ 5 എണ്ണത്തിൽ 4 എണ്ണം പൂർത്തീകരിച്ചു. ഇനി 1 എണ്ണം മാത്രമാണ്. അതും ഏതാണ്ട് 10-15 മിനിറ്റിനുള്ളിൽ അതിൻ്റെയും നടപടികൾ പൂർത്തിയാകും. അതിനുശേഷം ഈ മൃതദേഹങ്ങളൊക്കെ തന്നെ ഇവിടെ നിന്ന് വിലാപയാത്രയായിട്ട് മെഡിക്കൽ കോളേജിൻ്റെ ക്യാമ്പസിലേക്ക് എത്തും. അവിടെ പൊതുദർശനത്തിന് വയ്ക്കും. ഈ മരണപ്പെട്ട 171 വിദ്യാർത്ഥി പേരാണ് അവിടെ 1-ാം വർഷ വിദ്യാർത്ഥികൾ. അതോടൊപ്പം തന്നെ ഇവരോടൊപ്പം ഇന്നലെ പരിക്കേറ്റ ഏതാണ്ട് 6 പേര് ആയിട്ട് പോയത്. 6 പേരിപ്പോഴും അതിൽ. ശരി ഷാജഹാൻ, ഏതായാലും അപകടത്തിൽ മരിച്ച വണ്ടാനം മെഡിക്കൽ കോളേജ്, ആലപ്പുഴ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ 4 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഒരാളുടെ പോസ്റ്റ്മോർട്ടം നടപടി അല്പസമയത്തിനകം പൂർത്തിയാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ പരിക്കേറ്റ 6 പേർ, അതിൽ 3 പേരുടെ നില ഗുരുതരമാണ്. 3 പേരുടെ പരിക്ക് സാരമുള്ളതല്ല എന്നാണ് ഇന്നലെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. 9:30 കൂടിയാണ് ഗുരുവായൂരിൽ നിന്ന് കായംകുളത്തേക്ക് വന്ന ഫാസ്റ്റ് പാസഞ്ചർ ബസ്സും വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ടവേര വാഹനവും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. എതിരെ വന്ന വാഹനത്തിൽ ഇടിക്കാതിരിക്കാൻ ദിശ വഴി മാറിയതിനെ തുടർന്നാണ് KSRTC ബസ്സുമായി ഈ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച വാഹനം കൂട്ടിയിടിക്കാനിടയായത്. അപകടത്തെ ഈ അമിത വേഗതയുണ്ടായിരുന്നു, മഴയുണ്ടായിരുന്നു. ഒപ്പം തന്നെ 7 പേർ കയറാവുന്ന വാഹനത്തിൽ 11 വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു എന്നാണ്. സിനിമ കാണാനുള്ള വ്യഗ്രതയിലായിരുന്നു വിദ്യാർത്ഥികളെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഒരാൾ പാലക്കാട് സ്വദേശി, ഒരാൾ കണ്ണൂർ സ്വദേശി, അങ്ങനെ ഒരാൾ ആലപ്പുഴ സ്വദേശി, അങ്ങനെ ഈ വിദ്യാർത്ഥികളെല്ലാം അവരുടെ ബന്ധുക്കളടക്കം ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മന്ത്രിമാരായ P. പ്രസാദ്, സജി ചെറിയാൻ, MLA-മാരായ ചിത്തരഞ്ജൻ, എച്ച് സലാം എന്നിവർ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. രാവിലെ തന്നെ ഈ അപകടം നടന്ന സ്ഥലത്ത് പോലീസും ഒപ്പം തന്നെ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരും പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. അപകടം അമിത വേഗതയുണ്ടായിരുന്നു, മഴയുണ്ടായിരുന്നു. ഒപ്പം തന്നെ പരിധിയിൽ കൂടുതൽ ആളുകൾ കയറിയതും അടക്കം ഉള്ള കാര്യങ്ങൾ ഈ അപകടത്തിന് ഇടയാക്കിയെന്നാണ് പ്രാഥമിക തലത്തിൽ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ജില്ലാ കളക്ടർ ഇപ്പോൾ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഷാജഹാൻ ഒരിക്കൽ കൂടി ചേരുന്നു. ഷാജഹാൻ, ഈ 5-ാമത്തെ വിദ്യാർത്ഥിയുടെയും മൃതദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയായോ? 10:30 നേരത്തെ പൊതുദർശനം തുടങ്ങുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. സ്വാഭാവികമായും ഉണ്ടാകുന്ന കാലതാമസം ഈ ബന്ധുക്കളടക്കം, ഈ വിദ്യാർത്ഥികളുടെ ബന്ധുക്കളൊക്കെ അടക്കം അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടല്ലോ. എന്താണ് നൽകാൻ കഴിയുന്നവരുള്ള 3 വിദ്യാർത്ഥികളുടെ, അതിൽ ഗുരുതര പരിക്കേറ്റ 3 വിദ്യാർത്ഥികളുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്നുണ്ടോ? സിജു, ഇപ്പോൾ 4 പേരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തിയായി കഴിഞ്ഞു. ഒരാളുടെ മാത്രമാണ് അല്പം വൈകിയതിന് കാരണം കണ്ണൂരിൽ നിന്നെത്തിയ അവരുടെ ബന്ധുക്കൾ അബ്ദുൽ ജബ്ബാറിൻ്റെ മൃതദേഹമാണ് പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അവർ ബന്ധുക്കളെത്തിയ ശേഷമാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്. ആ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പൂർത്തീകരിച്ചു വരുന്നതേ ഉള്ളൂ. അല്പസമയത്തിനുള്ളിൽ അത് പൂർത്തീകരിക്കും. സിജു ചോദിച്ച പോലെ തന്നെ ഇവരോടൊപ്പം പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്ന 3 പേരുടെ നില അവരിപ്പോഴും ICUയിലാണ്. അവരുടെ നില ഗുരുതരമാണ്. ഒന്നും പറയാറായിട്ടില്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. മറ്റ് 2 പേർ, ഇവരോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് 2 പേരുടെ സ്ഥിതി അത്രത്തോളം ഗുരുതരമല്ല. മൊത്തം 11 പേര് ചേർന്നായിരുന്നു ഒരു വാഹനത്തിൽ സിനിമയ്ക്കായി ഇവർ പോയത്. അതിൽ 5 പേരാണ് മരണപ്പെട്ടത്. ബാക്കി 6 പേർ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ ചികിത്സയിലാണ്. അതിൽ 3 പേരുടെ നില അതീവ ഗുരുതരം എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത്. മറ്റുള്ളവരുടെ നില ആശ്വാസകരമാണ്. എന്തായാലും നാടിനെ നടുക്കിയ ഒരു സംഭവമാണ്. ഇന്നലെ വൈകിട്ട് ഏതാണ്ട് 9:20 കൂടിയാണ് ഈ ദാരുണമായ സംഭവം നടന്നത്. ഇനി അല്പസമയത്തിനകം മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ക്യാമ്പസിലേക്ക് മാറ്റും. ശരി ഷാജി.